ഇന്ത്യ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ജനാധിപത്യ മൂല്യങ്ങൾക്ക് മതേതരത്വ ആശയങ്ങൾ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആശയങ്ങളാക്കി മാറ്റിയ പ്രിയങ്കരനായ നാം ഇന്നും ആദരവോടെ നോക്കിക്കാണുന്ന പണ്ഡിറ്റ്ജിയെ അദ്ദേഹത്തിൻ്റെ 62ാം ചരമ വാർഷിക ദിനത്തിൽ നാം അനുസ്മരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ലൈബ്രറി ഏറ്റവും ഉചിതമായ നിലയിലാണ് ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്നെ ആദ്യമായി ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ ക്ഷണിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഗോപിയാണ്. തൊട്ടു പിന്നാലെ എൻ്റെ പഴയകാല സഹപ്രവർത്തകൻ, ഞാൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫോൺ സന്ദേശം. പിന്നീട് നമ്മുടെ MLA ടി മോഹൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് MLA സത്യപ്രതിജ്ഞ കഴിഞ്ഞ് എന്നെ കാണാൻ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹവും ക്ഷണം പുതുക്കി. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കാൻ ജവഹർലാൽ നെഹ്റു ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ അനുസ്മരിക്കാൻ എന്നെ ക്ഷണിച്ചത്, പ്രത്യേകിച്ചും നെഹ്റുവിനെ തമസ്കരിക്കുന്ന രാഷ്ട്രീയം എന്ന വിഷയത്തെ പുരസ്കരിച്ച് സംസാരിക്കുന്നതിന് എന്നെ ക്ഷണിച്ചത് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വേദിയിൽ നമുക്കെല്ലാം ഭയങ്കരരായ സുഹൃത്തുക്കൾ സന്നിഹിതരായിട്ടുണ്ട്. അധ്യക്ഷത വഹിക്കുന്നത് വർക്കിംഗ് ചെയർമാൻ ശ്രീ രത്നകുമാറാണ്. അതുപോലെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ളത് ശ്രീ മുരളി, ഗോപിയേട്ടൻ, ദിനകരൻ കൊമ്പിരാത്ത്, VP ശശീന്ദ്രൻ, പിന്നെ സ്വാഗതം പറഞ്ഞ സുധീർ പൈനാട്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പഴയകാല സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ ക്ഷണം വരുന്ന സമയത്ത് വളരെ തിരക്ക് പിടിച്ച സന്ദർഭമായി നമ്മുടെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നാനാഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സുഹൃത്തുമായി ആശയവിനിമയം ചെയ്യേണ്ടി വന്നതൊക്കെ തൊട്ടു പിന്നാലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്തതനുസരിച്ച് ശ്രീലങ്കയിലേക്ക് ഞാനും എൻ്റെ ഭാര്യ ലതയും ആ ഗ്രൂപ്പിൽ പോകേണ്ടി വന്നു. ഇനിയാന്ന് രാത്രിയാണ് എത്തിയത്. പക്ഷെ ഇന്നലെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ കോപ്പി ചെയ്തു ഇവിടെ വന്നിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കിയത്. ഇന്ന് ഉച്ചക്കൂറ് കഴിഞ്ഞിട്ടാണ് തയ്യാറാക്കിയത്. അതുകൊണ്ട് സമ്പൂർണ്ണമാണ് എന്നൊന്നും പറയാൻ വയ്യ. കുറവുകളുണ്ടെങ്കിലും സഹായം ക്ഷമിക്കണം. കാരണം ജവഹർലാൽ നെഹ്റുവിനെ അറിയാത്തവരായ ആരുണ്ട്? കുഞ്ഞു കുട്ടികൾക്ക് പോലും അധികം പരിചയമില്ല. നവംബർ 14 ചാച്ച നെഹ്റുവിനെ ഓർക്കാത്ത കുട്ടികളുണ്ടാവില്ല. നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പോരായ്മകളും അവർ ജനങ്ങൾക്ക് വരുത്തുന്ന ആശാസ്ത്രങ്ങളും അവരുടെ തെറ്റായ നയങ്ങളും സമീപനങ്ങളും അനുഭവപ്പെടുന്ന ജനത ആ പഴയ കാലത്തെ കുറിച്ച് തീർച്ചയായും ഓർമ്മിക്കും. ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതങ്ങളും ഇതിഹാസം ഏറ്റവും സമ്പന്നതയിൽ വളർന്ന നെഹ്റു മോത്തിലാൽ നെഹ്റുവിന്റെ മകനായി എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി ജീവിതം മുന്നോട്ട് നീക്കേണ്ട നെഹ്റു വിദേശ
രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സഗൗരവം നിരീക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആകർഷകനായി പൊതുപ്രവർത്തന രംഗത്ത് ക്രമേണ സജീവമായി ഉയർന്നു വരികയായിരുന്നു. അദ്ദേഹം പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1912 പിന്നീട് 4 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് പണ്ഡിറ്റ്ജി മഹാത്മജിയെ കാണുന്നത്. 1923 പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയ നെഹ്റു അലഹബാദ് മുനിസിപ്പൽ ചെയർമാനായി ആദ്യമായി പൊതു രംഗത്ത് പൊതു ചുമതല ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വളർന്നു. കോൺഗ്രസുമായി ഗാന്ധിജിയുമായി നിരന്തരമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഓരോ ചലനങ്ങളിലും ഗാന്ധിജിയുടെ വലങ്കയായി അദ്ദേഹം പ്രവർത്തിച്ചു. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ ഒരു നിര രാജ്യത്തെ ഏറ്റവും പ്രബുദ്ധരായ മുന്നേറ്റങ്ങളുടെ മുന്നേറ്റം. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് സമാനതകളില്ല. ലോകത്തിന്റെ പല ഭാഗത്തും ജനങ്ങൾ സ്വാതന്ത്ര്യം കൈവരിച്ചത് രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമരത്തെ തുടർന്നാണ്. സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ്. സമാധാനത്തിൽ അധിഷ്ഠിതമായി അഹിംസയിൽ ഉറച്ചു വിശ്വസിച്ച് മനുഷ്യ സ്നേഹത്തിൽ മുന്നോട്ട് പോയ നേതൃത്വത്താൽ നയിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതാത് കാലങ്ങളിൽ ജനവികാരത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിച്ചു. വീഴ്ചകൾ സംഭവിക്കുന്ന ഘട്ടത്തിൽ അതൊക്കെ സംയോജിതമായി തിരുത്താൻ മടിക്കാതെ മുന്നോട്ട് പോയി. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾ നാം വർദ്ധിച്ചു വന്നു. അവരുടെ കരിദൈവങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അതിനെതിരെ പ്രതികരിച്ച ജനങ്ങളെ പല ഭാഗിൽ കൂട്ടക്കുരുതി നടത്തി നിറനോക്കൊഴിച്ച് നിർദ്ധയനായ ഡയറിന്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നടത്തിയ സംഭവം രാജ്യത്തെ ലോകത്തെ ഞെട്ടിച്ചത്. ഇതെല്ലാം രാജ്യത്തൊരു പുതിയ വികാരം ഉണർത്തുകയായിരുന്നു. അതിലെല്ലാം നെഹ്റുവിന്റെ ചലനാത്മകമായ നേതൃത്വം നല്ല രീതിയിൽ പ്രതികരിച്ച് മുന്നോട്ട് പോയി. 1929 ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ആ സമ്മേളനം കോൺഗ്രസിന്റെ ചരിത്രത്തിലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലും സുപ്രധാനമായ ഒരു ഘട്ടമാണ്. സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചേ മതിയാകും. ആ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു നടത്തിയത് കോൺഗ്രസിനെ വെച്ചു. അവിടെ ഭാരതത്തിന്റെ ദേശീയ പതാക, അന്നേ തയ്യാറാക്കിയ ദേശീയ പതാക ജവഹർലാൽ നെഹ്റു തന്നെ ഉയർത്തി വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഗാന്ധിജിയുടെ വലങ്കയായി ജവഹർലാൽ നെഹ്റു മാറി. ഏറ്റവും ഗാന്ധിജിക്ക് വിശ്വാസമുള്ള, ഗാന്ധിജിയുടെ എല്ലാമായി ജവഹർലാൽ നെഹ്റു മാറുകയായിരുന്നു. നെഹ്റു നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു. 9 തവണയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ
3259 ദിവസം, ഏതാണ്ട് 10 വർഷക്കാലം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. ഈ കാലം വളരെ ഫലപ്രദമായി അദ്ദേഹം വിനിയോഗിച്ചു. ലോകോത്തരമായ രചനകൾ, ഇന്ത്യയെ കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള രചനകളിലേക്ക് അദ്ദേഹം നീങ്ങിയത് ജയിൽവാസ കാലത്താണ്. സത്യം പറഞ്ഞ അത്ഭുതകരമായ രചനയായിരുന്നു അതൊക്കെ. ഇന്നും രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആധികാരികമായ രചനയാണ് ജവഹർലാൽ നെഹ്റു നടത്തിയത് എന്ന് ഏവരും അനുകൂലിക്കുന്ന, സമ്മതിക്കുന്ന, തുറന്നു സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന കാലത്ത് തന്നെ ഭാവി ഭാരതത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതം എങ്ങനെ മുന്നോട്ട് പോകും, ഇന്ത്യയിലെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ, അവരുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണമെന്നുള്ള അതീവ ഗൗരവത്തോടെയുള്ള ആലോചന അക്കാലത്ത് കോൺഗ്രസ് നടത്തിയിരുന്നു. മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹത്തോടുകൂടി അന്നത്തെ കോൺഗ്രസ് നേതൃത്വം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിലെ കർമ്മപരിപാടികൾ എന്തൊക്കെ തീരുമാനിക്കാൻ ആസൂത്രണം ചെയ്യുന്നതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയർമാനായി ആസൂത്രണ സമിതിയെ നിയോഗിച്ചു. ആ സമിതി ഇന്ത്യയിലെ പ്രശ്നങ്ങളെ കുറിച്ച് അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തു. പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായം നമുക്കറിയാം, സത്യാഗ്രഹം കൊണ്ടിട്ടുള്ള നടപടികൾ, നിസ്സഹകരണ പ്രസ്ഥാനം, ഇങ്ങനെ തികച്ചും ജനാധിപത്യപരമായി അക്രമരഹിതമായി നടത്തിയ സമരം. ചവഴയിൽ അക്രമത്തിന് സ്വാതന്ത്ര്യ സമരക്കാരന്മാർ ഇറങ്ങിയപ്പോൾ, പോലീസുകാർ കുത്തിരിക്കപ്പെട്ടപ്പോൾ ഗാന്ധിജി ആരോടും ആലോചിക്കാതെ സമരം നിർത്തിവെക്കാൻ കഴിയും. അണികളാൽ നയിക്കപ്പെട്ട നേതാവായിരുന്നില്ല ഗാന്ധി, നേതാക്കളാൽ നയിക്കപ്പെട്ട നേതാവായിരുന്നില്ല ഗാന്ധി. തന്റെ മനസാക്ഷി അനുസരിച്ച് യുക്തിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ, അത് ജനങ്ങൾ അംഗീകരിക്കുന്ന തലത്തിലേക്ക് മുന്നോട്ട് നീക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണല്ലോ. ബോംബെയിൽ ചേർന്ന AICC സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഡു ഓർ ഡൈ എന്ന സന്ദേശം ഉയർത്തി ഇന്ത്യൻ ജനതയെ സമരരംഗത്തേക്ക് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇന്ത്യ വിടേണ്ടി വരും എന്ന ഒരു നിലയിലേക്ക് എത്തിക്കാൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് സാധിച്ചു. ആ സമരത്തോടെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ വിടേണ്ടി വരും എന്ന ധാരണ ബ്രിട്ടീഷ് ഭരണാധികാരികൾ കടന്നു വന്നത്. പതുക്കെ പതുക്കെ അതിനുള്ള കരുക്കൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് പതുക്കെ പതുക്കെ അവർ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത്. പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു ചുമതലയേറ്റു. ഏറ്റവും സങ്കീർണമായ സാഹചര്യം നെഹ്റു പ്രധാനമന്ത്രി ആയി ഏറ്റെടുത്ത സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആകെ കലുഷമയമാണ്. ഗാന്ധിജിയുടെ വധം, ഗാന്ധി വധം, ഗാന്ധി എന്ന വ്യക്തിയെ, ഗാന്ധിയുടെ ആശയങ്ങൾ അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ വർഗീയ ശക്തികൾ ഗാന്ധിജിയെ വകവരുത്താൻ പല തവണ ശ്രമിച്ചു. 7 തവണ ശ്രമിച്ചു. അതിൽ നിന്നെല്ലാം ഗാന്ധി രക്ഷപ്പെട്ടു. പിന്നീടാണ് ഹിന്ദു മഹാസഭയുടെ മുൻ പ്രവർത്തകനും RSS പ്രവർത്തകനുമായ
ഗോഡ്സെ, നാഥുറാം ഗോഡ്സെ 1948 ജനുവരി 30 പ്രാർത്ഥനയ്ക്ക് വന്നെത്തിയ ഗാന്ധിജിയെ ബഹുമാനിച്ചു. ഹേ റാം എന്ന് വിളിച്ച് അദ്ദേഹം കണ്ണടച്ചു. അതേ തുടർന്നുണ്ടായ വലിയ വലിയ സംഘർഷങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൽ തുടർന്ന് വളർന്നു വന്ന അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമം, അതുപോലെ കാശ്മീരിലുണ്ടായ സംഭവവികാസങ്ങൾ, ഇതൊക്കെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഭരണാധികാരിക്കും സാധ്യമല്ല. പക്ഷെ നെഹ്റു തന്റെ മന്ത്രിസഭ എന്ന് പറയുന്നത് അക്കാലത്തെ പ്രജാപ്രതിനിധികളായ മഹാന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭയായിരുന്നു. കോൺഗ്രസുകാരനല്ലാത്ത ഡോക്ടർ അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകാനുള്ള ചുമതല നെഹ്റു ഏൽപ്പിച്ചു. കരുത്തരായ ഭാവനാസമ്പന്നരായ മന്ത്രിമാർ, ആ ഒരു കൂട്ടായ നേതൃത്വം, നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ നേതൃത്വം രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി സമാധാനം കൈവരിക്കാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി സംഘടിതമായി ശ്രമിച്ചു. അതിന് ഫലമുണ്ടായി. നെഹ്റുവിന്റെ മുമ്പിലുള്ള പ്രശ്നം ആദ്യമായി ഇന്ത്യക്കൊരു ഭരണ സംവിധാനം ഉണ്ടാക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ നെഹ്റു ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് രൂപം നൽകി. ഇന്ത്യ രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളടങ്ങിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ അംബേദ്കർ രൂപകൽപ്പന ചെയ്ത ഭരണഘടന, നെഹ്റുവിന്റെ ആശയങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങൾ, മതേതര ആശയങ്ങൾ, സഹവർത്തിത്വം, നാനാത്വത്തിൽ ഏകത്വം, അതെല്ലാം ഉൾക്കൊള്ളുന്ന മികച്ച ഒരു ഭരണഘടന. ഒരു കാര്യം ചന്ദ്രബോസ് എടുത്തു പറയട്ടെ, അന്ന് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ആ ചർച്ചകൾ സമാഹരിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് ഉൾക്കൊള്ളാനാവാത്തത് ഒഴിവാക്കി അദ്ദേഹം നടത്തിയ കൺക്ലൂഡിംഗ് സ്പീച്ചുകൾ. അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്കാലത്തും പ്രസക്തമാണ്. ഇംഗ്ലീഷ് ഭാഷയും പറയുന്നില്ല, മലയാളത്തിന്റെ അർത്ഥം ഇതാണ്: ഏതൊരു ഭരണഘടനയും സഫലമാകുന്നത് അത് കൈകാര്യം ചെയ്യുന്നവരെ ആശ്രയിച്ചു. നല്ല ഭരണഘടനയാണെങ്കിലും മോശം ആളുകൾ കൈകാര്യം ചെയ്താൽ അതിന്റെ ഫലം മോശം. അതേ സമയത്ത് മോശം ഭരണഘടനയാണെങ്കിലും നല്ല നേതാക്കൾ, വ്യക്തികൾ കൈകാര്യം ചെയ്താൽ അതിന്റെ ഫലം ഗുണപരമായിരിക്കും. എത്രയോ പ്രസക്തമാണ്. ഏതായാലും ജവഹർലാൽ നെഹ്റു ജീവിതത്തിലുടനീളം തികഞ്ഞ ജനാധിപത്യവാദിയായ നെഹ്റു ഭരണഘടനയ്ക്ക് രൂപം നൽകി പാർലമെന്ററി സമ്പ്രദായത്തിൽ ഊന്നിക്കൊള്ളുന്ന ഭരണക്രമമാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ത്യ രാജ്യത്തിന് അനുയോജ്യമായ നമ്മുടെ വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, നിരവധി പ്രവിശ്യകൾ, നിരവധി സംസ്ഥാനങ്ങൾ, വിവിധ വിഭാഗം ജനങ്ങളെ ഏകോപിപ്പിച്ച് ഒന്നിച്ചു കൊണ്ടുപോകാവുന്ന ദേശീയ ഐക്യം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം, അതുമായി അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹം പാർലമെന്റിന് ഭംഗിയായ മാതൃക കാണിച്ചു. അതിനു മുമ്പ് ഇന്ത്യൻ പാർലമെന്റ് പ്രവർത്തിച്ച അനുഭവമില്ല, കീഴ്വഴക്കമില്ല. ആദ്യ തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 364 സീറ്റ് നേടി അധികാരത്തിൽ. അന്നത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 16 പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ വിജയിച്ച് ലോക്സഭയിലെത്തിയത്. ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അംഗബലം അന്നത്തെ പ്രതിപക്ഷമായ മുഖ്യ പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല.
പക്ഷെ ജനാധിപത്യവാദിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്റിലെ ലോക്സഭയിലെ നേതാവ്, ആദരണീയനായ AKG എന്ന് നാം വിളിക്കുന്നിരുന്ന AK ഗോപാലനെ പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി അംഗീകരിച്ചു, ആദരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ പരിഗണനയും നൽകി. അതാണ് ജവഹർലാൽ നെഹ്റു. പാർലമെന്റിനോട് ഇത്രയും മാതൃക കാണിച്ചൊരു ഭരണാധികാരി, മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനം. പാർലമെന്റ് നടക്കുന്ന സന്ദർഭങ്ങളിൽ വിദേശയാത്ര നടത്താറില്ല. മിക്കവാറും സഭയുണ്ടാകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പ്രതിപക്ഷ ഭാഗത്താണെങ്കിൽ വളരെ വളരെ പ്രഗത്ഭമതികളുടെ നില. HV കമത്ത്, കിരൺ മുഖർജി, MR മസാനി, ഇങ്ങനൊരു വലിയ നിരയുണ്ട്. ആ നിര അവരോട് കൊടുക്കേണ്ട ആദരവ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി. ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയ്ക്കെതിരെ ആദ്യത്തെ അവിശ്വാസ പ്രമേയം വന്നു. ഉത്തരം ദയനീയമായി തോൽക്കും. പ്രതിപക്ഷം ചെറിയ അംഗബലമല്ലേ ഉള്ളൂ. പക്ഷേ പാർലമെന്റിൽ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഒന്നിനൊന്ന് കണക്കിലെടുത്ത് ഒന്നിനൊന്ന് ഉദ്ധരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു കൃത്യമായ മറുപടി നൽകുന്ന രംഗമാണ് പിന്നെ രാഷ്ട്രം നിരീക്ഷിച്ചത്. ഇങ്ങനെ സുശക്തമായ പാർലമെന്റ് ഇരുസഭകളും വളരെ ഭംഗിയായി പ്രവർത്തിച്ചു. ഒരിക്കൽ പാർലമെന്റ് സ്പീക്കർ മൗലങ്കർ നെഹ്റുവിനെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞു, സഭാ നടപടികളോട് പൂർണ്ണമായി സഹകരിക്കുകയും സഭാനാഥനായ സ്പീക്കറെ ആദരിക്കാൻ ആദരവോട് കാണുകയും ചെയ്ത ഏറ്റവും നല്ല രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് ഇരുസഭകൾ ഭംഗിയായി പ്രവർത്തിച്ചത്. നിയമനിർമ്മാണം കുറ്റമറ്റ രീതിയിൽ നടന്നു. പ്രതിപക്ഷത്ത് നൽകേണ്ട എല്ലാ ആദരവും അംഗീകാരവും നൽകിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് സുശക്തമായ അടിത്തറപ്പാക്കി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. ഒരിക്കലും പ്രതിപക്ഷത്തെ അവഗണിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എല്ലാ ബഹുമാനവും നൽകി ജനകീയ പ്രശ്നങ്ങൾ ആകെ ചർച്ച ചെയ്യാൻ തയ്യാറായി. നിയമങ്ങളൊക്കെ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു നിയമം അത് സംബന്ധിച്ച കരട് ബില്ല് സഭയിൽ അവതരിപ്പിച്ചാൽ അതിന്റെ സർവവശങ്ങളും ക്ലോസായി ചർച്ച ചെയ്ത് സഭയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു സഭാതലത്തിൽ പ്രതിപക്ഷ ഭാഗത്തു നിന്നും മറ്റേത് തലങ്ങളിൽ നിന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വന്നാൽ അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. വിമർശനങ്ങളെ ഉൾക്കൊണ്ട ഭരണാധികാരിയായിരുന്നു. വിമർശനങ്ങളോട് തെല്ലും അസഹിഷ്ണുത അദ്ദേഹം കാണിച്ചില്ല. എല്ലാം വീണ്ടും ഞാൻ പിന്നെ വായിച്ചു നോക്കുന്നു. നമ്മുടെ ശങ്കർശ്രീക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ശങ്കരോട് പറഞ്ഞത് ഡോണ്ട് സ്പെയർ മീ മിസ്റ്റർ ശങ്കർ എന്നാണ്. വിമർശനങ്ങളെ അദ്ദേഹം ഉൾക്കൊണ്ടു. സ്വാതന്ത്ര്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രഭാവം തിളങ്ങിയ സമയത്ത് ചാണക്യ എന്ന അപരനാമധേയത്തിൽ നെഹ്റുവിന്റെ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ശൈലിയെക്കുറിച്ച് അദ്ദേഹം തന്നെ വിമർശിച്ചു ലേഖനമെഴുതുന്ന തരത്തിലുള്ള അത്രയും വിമർശനങ്ങളെ ഉൾക്കൊണ്ട തികഞ്ഞ ജനാധിപത്യവാദിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം നെഹ്റു ഉയർത്തിപ്പിടിച്ച പാർലമെന്ററി മൂല്യങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിക്കുക എന്ന മോഡി സർക്കാരിന്റെ ഇന്നത്തെ ലക്ഷ്യം, ഇന്നത്തെ ശ്രമം ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച പാർലമെന്ററി ജനാധിപത്യ മൂല്യങ്ങളെ തമസ്കരിക്കുക. പാർലമെന്റിന്റെ പ്രവർത്തനം നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നിന്നും
വ്യത്യസ്തമായി മുന്നോട്ട് പോവുക. ഞാൻ ഓർക്കുകയാണ്, ഈ നെഹ്റു MP മാർക്ക് കൊടുത്തിരുന്നത് പ്രാധാന്യം. ഒരു MP പാർലമെന്റിൽ നോട്ടീസ് ഓഫീസിൽ ഒരു വിഷയം സംബന്ധിച്ച് കത്ത് കൊടുത്താൽ അതിന് 24 മണിക്കൂറിനകം കൃത്യമായ പ്രതികരണം ഉണ്ടാകും. കത്തുകൾക്ക് മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ കൃത്യത പാലിച്ചു. ആദ്യമായി ചെന്ന പാർലമെന്റിൽ 77 കന്നിക്കാരനായി ലോക്സഭയിലെത്തിയ എനിക്ക് എന്റെ നേരെ ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് മുനിസിപ്പൽ കൗൺസിലർ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് മകൾക്ക് ഒരു പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ തയ്യാറാക്കി തന്നിരുന്നു. അവർ നൈജീരിയയിൽ പോകണം, പെട്ടെന്ന് പോകണം. ഞാൻ 2 കൈയും 2 പേർക്കും അടച്ചു കൊടുക്കാനും ചെയ്തു. ഒരു കവറിൽ ലെറ്റർ വെച്ച് പാർലമെന്റ് നോട്ടീസ് ഓഫീസിൽ അത് വിദേശകാര്യമന്ത്രി വാജ്പേയി കത്ത് കൊടുത്തു. വൈകുന്നേരം ഞാൻ 5 മണിക്ക് അന്ന് എൻ്റെ ഫ്ലാറ്റിൽ എത്തുമ്പോൾ ഞാൻ കാണുന്നത് വിദേശകാര്യമന്ത്രി വാജ്പേയിയുടെ മറുപടിയാണ്. The matter is being looked into. Steps will be taken urgently. 8 മണിക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഫോറിൻ സെക്രട്ടറി എന്നെ വിളിക്കുക. പ്രൊഫസർ അബ്രഹാം അറിയാതെ മിനിസ്റ്ററുടെ സന്ദേശം നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, വേണ്ട ചെയ്യുന്നത്. ഒരു 9 മണിയായപ്പോൾ കൊച്ചി പാസ്പോർട്ട് ഓഫീസിന്റെ വിളിക്കുക. സർ, പാസ്പോർട്ട് അപ്ലിക്കന്റിനോട് നാളെ രാവിലെ 10 മണിക്ക് ഓഫീസിൽ വന്നു അത് കളക്ട് ചെയ്യാൻ പറഞ്ഞു. 4 വർഷങ്ങൾ 24 മണിക്കൂർ തികയില്ല, കറണ്ടിയാണ്. ഇപ്പോ ആ തരത്തിലുള്ള ഒരു പല്ലവിയും നൽകുന്നില്ല. കന്നിക്കാരനായ എന്റെ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു ആലപ്പുഴ വഴിയുള്ള തീരദേശ റെയിൽവേ. അവിടെ ഓമനപ്പുഴ ചാട്ടുണ്ട് ആലപ്പുഴ. അദ്ദേഹം എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ തീവണ്ടി ചിഹ്നമാക്കി മത്സരിക്കും. ഞാൻ പാർലമെന്റ് സ്ഥാനാർത്ഥി ചെന്നപ്പോൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞത് ഇതിനു വേണ്ടി ഞാൻ ശ്രമിക്കും. ആലപ്പുഴ തീരദേശ റെയിൽ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റു. അപ്പൊ പലരും പറഞ്ഞു ഇനി സുധീരന്റെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ നിരന്തരം ശ്രമിച്ചു. ചോദ്യരൂപത്തിൽ, ശ്രദ്ധക്ഷണിക്കൽ രൂപത്തിൽ, റെയിൽവേ ബജറ്റിന്റെ ചർച്ചകളിൽ, റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ മന്ത്രി റെയിൽവേ വന്നു ഗന്ധവാദയാണ്. അവസാനം അവർ വന്ന് പ്രധാനമന്ത്രി മൊറാർജി ദേശായി അദ്ദേഹം ഇത് അനുവദിക്കുന്നതിന് അനുകൂലമായിട്ട് മറ്റൊന്നുമല്ല. ഒരു MP നിരാഹാരം ഭീഷണി മുഴക്കി അതിന്റെ പേരിൽ ഒരു റെയിൽവേ അനുവദിച്ചാൽ പിന്നെ എല്ലാ MP മാരും തുടങ്ങില്ലേ. അപ്പൊ ഗന്ധവാദ പറഞ്ഞു എന്നോട് മൊറാർജിയുമായി യു ഹാവ് ടു ഇംപ്രസ് ഹിം. ഞാനവിടെ ചെല്ലുമ്പോൾ മൊറാർജി ദേശായി മുഖം ചോദിക്കുക, ഐ കനോട്ട് കൺസിഡർ യുവർ ഡിമാൻഡ്, യു ആർ ക്രിയേറ്റിംഗ് എ ബാഡ് പ്രസിഡന്റ്. ഞാൻ തിരിച്ചോട് നിൽക്കുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞു something Marathi by you have observed fast demanding Gujarat Port. Was it proper? No. I think you have personalized the government. But I won't blame you. You have no other option. This railway, Pandit Jawaharlal ji promised the people quality this railway. ഞാനിത് എൻ്റെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ക്യാമ്പയിനായി ജനങ്ങൾ ഉറപ്പുകൊടുത്തതാണ്. എനിക്കിത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. മുഖ്യമന്ത്രിയുടെ മുഖം മാറി അദ്ദേഹം പതുക്കെ ഒന്ന് ചിരിക്കാൻ വരുത്തി എല്ലാവരും കാണാൻ പറഞ്ഞു. അന്നത്തെ ഏറ്റവും വലിയ ഗുണം PK ഭാസ്കരൻ നായരാണ്, ആലപ്പുഴ MLA മുഖ്യമന്ത്രി. അദ്ദേഹം പൂർണ്ണമായി സഹകരിച്ചു. ആലപ്പുഴയിൽ MLA-മാരും ജനങ്ങളും പൂർണ്ണമായി സഹകരിച്ചു. MP-മാരും പൂർണ്ണമായി സഹകരിച്ചു. കേരളത്തിലെ MP-മാരും എനിക്ക് തോന്നുന്നു കേരളത്തിലെ MP-മാരും കേരള ഗവൺമെന്റും ഒന്നിച്ചു നീങ്ങിയ ഒരേ ഒരു സംഭവം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് പലപ്പോഴും MP-മാരുടെ ഭാഗത്ത് ഗവൺമെന്റ് വേറെ ഭാഗത്ത് അതായത് തമാശ പറയാം. നമ്മുടെ KP ഉണ്ണികൃഷ്ണൻ സാധാരണ പ്രഭാതം ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. MP-മാർ ഒന്നിച്ച് ദന്തപാതയെ കാണാനില്ല. രാവിലെ 9 മണിക്ക് KP ഉണ്ണികൃഷ്ണനെ ആ സമയത്ത് ദന്തപാത ചോദിച്ചു, ഉണ്ണി അങ്ങനൊരു നല്ല സ്വപ്നത്തിൽ ബജറ്റിൽ അത് ഉൾക്കൊള്ളിച്ചു.
ഏറ്റവും വലുതും മൊറാർജി ദേശായി ഞാൻ കണ്ടതിന് ശേഷമുള്ള റെയിൽവേ ജനറൽ മാനേജേഴ്സിന്റെ കോൺഫറൻസ് നടക്കുകയാണ് അടുത്ത വർഷത്തെ പദ്ധതിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നത് ആലപ്പി റെയിൽവേ സിമ്പതി കാണിക്കണം അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദന്തവാദെ ഞാൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ദന്തവാദെ അനുകൂലിച്ചു, അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്തി. അത് ഗംഭീരമായി വന്നു. തൊട്ടടുത്ത ദിവസം തന്നെ തരത്തിലിട്ടു. ഞാൻ പറയുന്നത് ആ ഗവൺമെന്റ് ആദ്യത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. ആ കോൺഗ്രസിന്റെ ഗവൺമെന്റും നെഹ്റുവിയൻ പാത പിന്തുടർന്നു ഏറെക്കാലം മുന്നോട്ട് പോയി. ഇപ്പൊ അതിൽ നിന്നെല്ലാം വ്യതിചരിച്ചുകൊണ്ട് എം.പി. മക്തൊന്നും എന്ത് പറഞ്ഞാലും അവർ ഭരണകക്ഷി അനുകൂലിക്കാത്തവരാണെങ്കിൽ അവരെ തള്ളി പറയുന്ന, അവർ സഹകരിക്കാത്ത നിലപാടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം ഇത്രയും വിശദമായി പറഞ്ഞത് ആ ഒരു സമീപനം വ്യക്തമാക്കാൻ വേണ്ടിയാണ്. നെഹ്റുവിന്റെ മറ്റേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സങ്കീർണമായ ലോകരാഷ്ട്രീയത്തിൽ സമാധാനത്തിന്റെ ദൂതനായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം ആവിഷ്കരിച്ച വിദേശ നയം ലോകത്തെ നിഷ്പക്ഷരായ രാജ്യങ്ങളെ ഉൾക്കൊണ്ടു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ, യുഗോസ്ലോവിയൻ പ്രസിഡന്റ് ടിറ്റോ, നെഹ്റു, നാസർ, ടിറ്റോ, ഈ ത്രിമൂർത്തികൾ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നായകന്മാരായി ലോകത്തെ നിലപാട് അറിയിച്ചു മുന്നോട്ട് പോയി. നന്മയും തിന്മയും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ, പോരാട്ടം ഉണ്ടാകുമ്പോൾ നിഷ്പക്ഷത പാലിക്കുക എന്നുള്ളതല്ല ചേരിചേരാ നയമെന്ന് നെഹ്റു വ്യക്തമാക്കി. നന്മയും തിന്മയും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ നന്മയുടെ പക്ഷത്ത് ചേർന്ന് തിന്മയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് ഞങ്ങളുടെ നയം എന്ന് ലോക്സഭയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നെഹ്റുവിന്റെ പാർലമെന്ററി സംവിധാനത്തെ ആ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടാനും തിരിച്ചറിയാനും അവസരം നൽകാതെ അതിനെ തമസ്കരിക്കുന്ന, പാർലമെന്റ് നടപടികളെ വികലമാക്കുന്ന, എന്തിനേറെ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട്, കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത്. എല്ലാ സാമ്പത്തിക നയങ്ങളും നടപടികളും അദാനിക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. ഈ വിമർശനത്തെ തുടർന്ന് സാധാരണ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ രാഹുൽ ഗാന്ധിയെ ലോക്സഭയുടെ അംഗത്വത്തിൽ നിന്നും പുറന്തള്ളി. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തിന് അംഗത്വം തിരിച്ചു കിട്ടിയത്. ആലോചിച്ച് നോക്കണം. നമുക്കറിയാം, പ്രധാനമന്ത്രിയെ ജവഹർലാൽ നെഹ്റുവിനെ പ്രതിപക്ഷം എത്രയോ വിമർശിച്ചിരിക്കുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയെ വിമർശിച്ചിരിക്കുന്നു. ഇന്ദിരാഗാന്ധി വിമർശിക്കുന്നു. പ്രധാനമന്ത്രിമാരെ വിമർശിക്കുക എന്ന് സാധാരണ നടപടിക്രമമാണ് ഉണ്ടാകാറുണ്ട്. പ്രതിപക്ഷങ്ങൾ യുക്തമായി തോന്നിയാൽ ചെയ്യാറുണ്ട്. പക്ഷെ ജവഹർലാൽ നെഹ്റുവിന്റെ നരേന്ദ്രമോദിയുടെ സാമ്പത്തിക സമീപനം, സാമ്പത്തിക നയങ്ങൾ, ധനപരമായ നടപടികൾ അദാനിക്ക് വേണ്ടിയാണ്, അദാനിമാർക്ക് വേണ്ടിയാണ് എന്നുള്ള വിമർശനത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ അത് പറഞ്ഞ കോൺഗ്രസിന്റെ പാർലമെന്റിലെ നേതാവ്, അന്ന് ഒഫീഷ്യൽ പ്രതിപക്ഷ നേതാവായിട്ടില്ല, അദ്ദേഹത്തെ ലോക്സഭയിൽ അംഗത്വത്തിൽ പുറത്താക്കി. അതുപോലെ ലോക്സഭയിൽ സ്ഫോടനം നടന്നു. ഞങ്ങൾക്കുള്ള കാലത്ത് അത്ര സുരക്ഷാ നടപടിയൊന്നുമില്ല, ഇപ്പൊ എവിടെയും വരാം. ഇപ്പൊ കനത്ത സുരക്ഷയാണ്. ആ സുരക്ഷയെ മറികടന്നുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ പാർലമെന്റിലെ നടത്തളത്തിലേക്ക് ചാടി സ്ഫോടനം നടത്തിയത്. ഇതേക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തണം എന്ന ആവശ്യം പ്രതിപക്ഷ ഭാഗത്ത് ഉന്നയിച്ചു. ഒരു സാധാരണ നടപടിക്രമമാണ്. ഇത്രയും ഒരു സംഭവം ഉണ്ടായാൽ ആഭ്യന്തരമന്ത്രി വിശദീകരിക്കട്ടെ. ആ വാദം നിരന്തരമായി ഉയർത്തിയ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇരുസഭകളിലെയും എംപിമാരെ 146 പേരെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ സസ്പെൻഷൻ നിർത്തി. ഇവരെ സസ്പെൻഷൻ നിർത്തിയിട്ടാണ് പല നിയമനിർമ്മാണങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. പല നിയമങ്ങളും പാസ്സാക്കുന്നത് ചർച്ചകൾ കൂടാതെയാണ്. ആ രീതിയിൽ പാർലമെന്ററി, ഉന്നതമായ പാർലമെന്ററി സംസ്കാരത്തെ തകർക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആ ജനാധിപത്യ സന്ദേശം ലോകത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോകാനാണ്.
പുതിയ തലമുറയിൽ വേണ്ടത്ര അത് എത്തിച്ചേരാതിരിക്കാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പാർലമെന്റാണെങ്കിൽ അത് ഇങ്ങനെയാണ് എന്നൊരു ധാരണ വളർത്താൻ വേണ്ടി തെറ്റായ രീതിയിൽ നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത്. അതുപോലെ വിദേശ നയത്തിന്റെ കാര്യത്തിൽ നെഹ്റുവിന്റെ വിദേശ നയത്തെ എവരാലും പ്രകീർത്തിക്കപ്പെടുന്നു. മാറി മാറി വന്ന ഗവൺമെന്റുകൾ, നരേന്ദ്രമോദിയുടെ ഭരണം വരുന്നതിന് മുമ്പുള്ള എല്ലാ ഗവൺമെന്റുകളും വിദേശ നയത്തിൽ നെഹ്റുവിൻ നിലപാടിൽ നിന്നും മാറ്റം വരുത്തിയില്ല. പക്ഷെ നരേന്ദ്രമോദി ഇപ്പൊ മാറ്റം വരുത്തി. നമുക്കറിയാം, അമേരിക്ക ഇറാൻ യുദ്ധം, ഒരു ലോകം ആ ഒരു ഭീതിയിലാണ്. യുദ്ധം വേണ്ട, സമാധാനമാണ് വേണ്ടത് എന്ന് തുറന്നു പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നയിച്ച ഭാരതത്തിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ എണ്ണ സ്രോതസ്, ഇന്ധന സ്രോതസ് പലതും അടഞ്ഞുപോയി. ഇന്ത്യക്ക് ആവശ്യമായ ഇന്ധനം റഷ്യ ഉൾപ്പെടെയുള്ള ഏത് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആരെയും ആശ്രയിക്കേണ്ട, ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതി. പക്ഷേ ട്രംപിന്റെ അനിഷ്ടം ഉണ്ടാകരുത്. റഷ്യയിൽ നിന്ന് വാങ്ങിയാൽ, അധികം വാങ്ങിയാൽ ട്രംപിന്റെ അനിഷ്ടം ഉണ്ടാകരുത് എന്ന് കരുതി ട്രംപിന്റെ മുന്നിൽ നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്തി ഇന്ധനം വേണ്ടത്ര സ്വരൂപിക്കാൻ, ഇറക്കുമതി ചെയ്യാൻ വേണ്ടത്ര ശ്രമിക്കാതിരുന്നതിന്റെ ദുരന്തമാണ് ഇന്നിപ്പോൾ ഡീസലിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസിന്റെ വില കൂടി, ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസിന്റെ വില എത്രയോ വർദ്ധിക്കാനിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കുറേശ്ശെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ കുറേശ്ശെയായി പെട്രോൾ ഡീസൽ വില കൂട്ടി വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ധീരമായ നിലപാട് ജവഹർലാൽ നെഹ്റുവിന്റെ വിദേശ നയം വെച്ചു പുലർത്തിയിരുന്നെങ്കിൽ സ്വന്തം മണ്ണിൽ കാല് നട്ടുകൊണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ആവശ്യമായ ഇന്ധനം വരുത്താൻ ഇന്ത്യക്കുള്ള പരമാവധികാരം വിനിയോഗിച്ചിരുന്നെങ്കിൽ ട്രംപിന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, വിനീത വിധേയനായി ട്രംപിന്റെ മുമ്പിൽ നിൽക്കാതെ ഇന്ത്യൻ ജനതയുടെ ആവശ്യങ്ങൾ നേടാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്ധനക്ഷാമവും പ്രശ്നങ്ങളും ഒരു പരിധി വരെ ഒഴിവാക്കമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചു. പക്ഷെ ലോക്സഭയിൽ അധ്യക്ഷതയിലിരിക്കുന്ന സ്പീക്കറല്ല, മറ്റൊരു സുഹൃത്ത്, പാനൽ ചെയർമാൻ, അദ്ദേഹവും BJP അംഗങ്ങളും ഇടപെട്ടിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത ഒരു തരത്തിൽ തടസ്സങ്ങളുണ്ടായി. ഇതാണ് നമ്മുടെ പാർലമെന്റിന്റെ അവസ്ഥ. അത് ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും വിശദമായി പറഞ്ഞത്. ഏതായാലും വിദേശ നയം ഇന്ന് വികലമാക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം സംശയമില്ല. പാർലമെന്ററി ജനാധിപത്യം അതിന്റെ അന്തസത്ത തകർത്തു, വിദേശ നയം വികലമാക്കി. ആ നെഹ്റുവിൻ പാതയിൽ നിന്നും പിന്നോട്ട് പോയി. നെഹ്റുവിൻ പാത പ്രസക്തമല്ല, അപ്രസക്തമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് നരേന്ദ്രമോദി കൂട്ടരും നിൽക്കുന്നത് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു 17 വർഷമായി താമസിച്ച വീടാണ് തിരുമൂർത്തി ഭവൻ. ജവഹർലാൽ നെഹ്റുവിന്റെ വേർപാടിന് ശേഷം തിരുമൂർത്തി ഭവൻ ഒരു സ്മാരകമായി, നെഹ്റു സ്മാരകമായി സമർപ്പിക്കപ്പെട്ടു. അപ്പൊ നെഹ്റുവിന്റെ പേരിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ, നെഹ്റുവിന്റെ പേരിലുള്ളതൊക്കെ എടുത്തു കളയാം. അവിടെ തിരുമൂർത്തി ഭവനിൽ അവിടെ നെഹ്റുവിന്റെ സ്മാരകമായി ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ ഒരു സംവിധാനം, നെഹ്റുവിന്റെ ആശയങ്ങളൊക്കെ തലമുറകൾക്ക് അറിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ജവഹർലാൽ നെഹ്റു ആ സ്ഥാപനം, ആ സംവിധാനം, തിരുമൂർത്തി സംവിധാനം, അത് പ്രൈം മിനിസ്റ്റേഴ്സ് പ്രധാനമന്ത്രിയുടെ പേര് മാറ്റി അങ്ങനെ നെഹ്റുവിന്റെ പേരിൽ അവിടെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ രീതിയിൽ നെഹ്റുവിന്റെ പേര് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നമസ്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അവിടെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് സൊസൈറ്റി എന്ന പേരിലേക്ക് മാറ്റി. നേരത്തെ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ലൈബ്രറി അതായി. ഈ ഓരോ തലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക. നെഹ്റു ആവിഷ്കരിച്ച സാമ്പത്തിക നയം മിക്സഡ് എക്കോണമിയാണ് നെഹ്റു കൊണ്ടുവന്നത്. നമുക്കറിയാം രാജ്യത്തെ ഭരണകൂടത്തിന് നിർണായകമായ സാമ്പത്തിക നയം ആവിഷ്കരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തിക നീതി, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നെഹ്റു സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സാമ്പത്തിക നീതി, ധനം ഒരു മേഖലയിൽ മാത്രം കുന്നുകൂടുന്ന സാഹചര്യം ഒഴിവാക്കുക. അതുകൊണ്ട് നമ്മുടെ വ്യാവസായിക രംഗത്തും സ്റ്റേറ്റിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് 1956 ഇന്ത്യയിലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുത്ത് ദേശസാൽക്കരിച്ച് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ രൂപീകരിച്ചു. ഒന്നാന്തരം സ്ഥാപനം. കേന്ദ്ര ഗവൺമെന്റിന് ലക്ഷക്കണക്കിന് രൂപയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഡിവിഡന്റായി നൽകുന്നത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം, ഇന്ത്യൻ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം, ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന HPCL-നെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം, നമ്മുടെ തുറമുഖങ്ങൾ, ഈ രീതിയിൽ ഖനികൾ സ്വകാര്യ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് അണ്ടർടേക്കിങ്സ് ഒട്ടുമിക്കതും വിറ്റുതീർത്തു. കാരണം ജവഹർലാൽ നെഹ്റുവിന്റെ ആ നയം, സാമ്പത്തിക നയം തകർക്കണം. അതിന്റെ പേരിൽ നെഹ്റു അറിയപ്പെടരുത്. ആ സാമ്പത്തിക നയങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോയി നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കാണുന്നത്. ആരാണ് ഇതിന്റെ ഗുണഭോക്താവ്? ഇതിന്റെ ഗുണഭോക്താവ് സമൂഹത്തിലെ സമ്പന്ന ശക്തികളാണ്, സാധാരണക്കാരല്ല. സാധാരണക്കാരുടെ ക്രയശേഷി കുറയുകയും അവർ ദാരിദ്ര്യത്തിൽ നിന്നും കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും സമ്പന്ന ശക്തികൾ സർക്കാരിന്റെ ആനുകൂല്യങ്ങളോടെ അതിസമ്പന്നരായി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യപ്പെടുന്ന ശേഷം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൻ ഒരു ബാങ്ക് ലോൺ എടുത്താൽ 50,000 രൂപയോ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ചുരുങ്ങിയ ലോൺ എടുത്താൽ സമയത്തിന് തിരിച്ചടച്ചില്ലെങ്കിൽ സർഫാസി നിയമം ഡെമോക്രസിന്റെ വാള് പോലെ അവരുടെ തലയ്ക്ക് നേരെ തോന്നുകയാണ്. നേരെ ജപ്തിയാണ്. എത്രയോ കർഷകരാണ്, എത്രയോ വ്യവസായികളാണ്, എത്രയോ സാധാരണക്കാരാണ് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തിക്ക് വിധേയരായി ജപ്തി ഭീഷണി വന്ന് ജീവനൊടുക്കിയത്. അതേസമയം ഇന്ത്യയിലെ വൻകിടക്കാരായ സമ്പന്ന ശക്തികൾ വിവിധ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള അവരുടെ ധനമുണ്ടല്ലോ, അതെല്ലാം ലോൺ എടുത്തു പോയി അവസാനം ബാങ്കുകളിൽ കുടിശ്ശിക വരുത്തി, തിരിച്ചടയ്ക്കാതെ കുടിശ്ശിക വരുത്തി, വൻ കുടിശ്ശിക. ഏതാണ്ട് 10 ലക്ഷം കോടി, പിന്നീട് 13 ലക്ഷം കോടി രൂപയായി മാറി. അത്രയും വലിയ തുക ബാങ്ക് കുടിശ്ശികയായി മുതലാളിമാർ വരുത്തി. അതെല്ലാം നരേന്ദ്രമോദി എഴുതി തള്ളുകയായി. അവരുടെ ലോണുകൾ വൻ തുക 13 ലക്ഷം കോടിയാണ് എഴുതി തള്ളുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് സർഫാസി നിയമം മുന്നോട്ട് കൊണ്ടുപോയി. നിർഭാഗ്യവശാൽ സംസ്ഥാന ഗവൺമെന്റുകളും ഈ കാര്യത്തിൽ പാവപ്പെട്ടവരെ രക്ഷയ്ക്ക് എത്തുന്നതായി കാണുന്നില്ല. സഹകരണ സ്ഥാപനങ്ങൾ വരെ തിരിച്ചടവുണ്ടായില്ലെങ്കിൽ സ്വീകരിക്കുന്ന നടപടികൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ രീതിയിൽ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഗുണപരമായി ഒരു നേട്ടവുമില്ലാതെ, ഒരു ഗുണവുമില്ലാതെ വൻകിട സമ്പന്ന ശക്തികളെ പൂർവാധികം സമ്പന്നരാക്കുന്ന, അവരെ പൂർണ്ണമായും ഗുണഭോക്താക്കളാക്കി മാറ്റുന്ന ഈ തെറ്റായ നയം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ആ നയം നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കുള്ള തിരിച്ചടിയായി അവർ കാണുകയും നെഹ്റുവിൻ്റെ പ്രാധാന്യവും പ്രസക്തി ഒഴിവാക്കാനാണ് അവർ ശ്രമിച്ചു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഗവൺമെന്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം നെഹ്റുവിനെ തമസ്കരിക്കുക, മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുക.
മൗലാന അബ്ദുൽ കലാം ആസാദിനെ തമസ്കരിക്കുക. എന്തിനേറെ പറയുന്നു, നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തെ തമസ്കരിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒന്നുമില്ല, അത് വെറും തന്ത്രപരമായ ഒരു ഗെയിം മാത്രമായിരുന്നു എന്ന് BJP നേതാവ് അടുത്ത കാലത്ത് പ്രതികരിച്ചു. മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ സമരം അത് ബ്രിട്ടീഷുകാരുമായുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഗാന്ധി വധത്തിന് നേതൃത്വം കൊടുത്ത നാഥുറാം ഗോഡ്സെയെ ആരാധിക്കുന്നതിന് വേണ്ടി വടക്കേ ഇന്ത്യയിൽ പല ഭാഗത്തും ക്ഷേത്രങ്ങൾ പണിയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം, നെഹ്റുവിന്റെ ചിത്രം ഔദ്യോഗിക സംവിധാനത്തിൽ പലയിടത്തും മാറ്റി, പലയിടത്തും ആ ചിത്രത്തിന്റെ മീതെ സവർക്കറുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ അവിടെ വയ്ക്കാൻ തയ്യാറാകുന്നു. ആരാണ് സവർക്കർ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് സഹകരിക്കാതെ പലവിധ കാരണങ്ങളാൽ ജയിലിലാക്കപ്പെട്ടു. ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പ് എഴുതി കൊടുത്തു ജയിൽ മോചിതനായി. ഗാന്ധി വധത്തിൽ പ്രതിയായ അദ്ദേഹം സാങ്കേതികമായ കാരണങ്ങളാണ് പിന്നീട് ഉച്ചായിക്കപ്പെട്ടത്. ആ സവർക്കറെ ഗാന്ധിക്ക് പകരം ഇന്ത്യൻ പാർലമെന്റിൽ ഗാന്ധിജിയുടെ ചിത്രത്തോടൊപ്പം, ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രത്തോടൊപ്പം അവിടെ അദ്ദേഹം ഛായാചിത്രം വെച്ചിരിക്കുക. ഒന്ന് ആലോചിച്ചു. കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന് മീതെ സവർക്കറുടെ ചിത്രം വെച്ചിരിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ശക്തികളുമായി, ഭരണാധികാരികളുമായി സമരസപ്പെട്ടു പോയ ആളുകളെ ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ മഹാപുരുഷന്മാരായി ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ, നെഹ്റുവിന്റെ ഒക്കെ പേരിലുണ്ടായിരുന്ന പല പദ്ധതികളും അതിലെ പേരുകൾ മാറ്റി ഇങ്ങനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഒന്നും ചെയ്യാത്ത, രാജ്യത്ത് വർഗീയത വളർത്തുകയും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ വിഭജനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ശക്തികളെ അവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വക്താക്കളായി ചിത്രീകരിച്ചുകൊണ്ട് മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നടപടി. ദേശീയ നേതാക്കളെ തമസ്കരിക്കുക, സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ ശ്രമിച്ച ശക്തികളെ മഹത്വവൽക്കരിക്കുക, ഗാന്ധി വധത്തിന് നേതൃത്വം നൽകിയ ഒന്നാം പ്രതിയായ നാഥുറാം ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുക. ആ തെറ്റായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ജവഹർലാൽ നെഹ്റു ഫാസിസത്തെ എതിർത്തു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഫാസിസ്റ്റ് നീക്കങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ടായപ്പോഴും നെഹ്റു അതിനെ എതിർത്തു. ഏകാധിപത്യ പ്രവണതകളെ നെഹ്റു എതിർത്തു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴും ലോക രാഷ്ട്രീയത്തിൽ ലോകരംഗത്ത് ഏകാധിപത്യ പ്രവണതകളുമായി ഫാസിസ്റ്റ് ശൈലിയുമായി മുന്നോട്ട് പോയ ആ ശക്തികളെ നെഹ്റു ശക്തമായി എതിർത്തു. ആ നെഹ്റുവിന്റെ ആ ഫാസിസത്തിനെതിരായുള്ള, ഏകാധിപത്യത്തിനെതിരായുള്ള നിലപാടിനെ അധിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായി ഫാസിസ്റ്റ് ശൈലി സ്വീകരിച്ചുകൊണ്ട്, ഏകാധിപത്യ ശൈലി സ്വീകരിച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്തവരെ വകവരുത്താനും അവരെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനും അവരെ തമസ്കരിക്കാനും നടത്തുന്ന ശ്രമങ്ങളാണ് ഇന്ന് രാജ്യത്ത് പല തലങ്ങളിലും നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പോലും അട്ടിമറിക്കുന്ന രീതി നമുക്കറിയാം. നേരത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് KM ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നെ അവിടെ ലോക്സഭാ സ്പീക്കറും അടങ്ങിയ ഒരു സമിതിയായിരിക്കും. അത് മാറ്റി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, ആ രീതിയിൽ മാറ്റുകയാണ്. ഇഷ്ടമുള്ളവരെ ഇലക്ഷൻ കമ്മീഷനായി നിൽക്കുക. നമുക്കറിയാം, ശേഷനെ പോലെ പ്രഗത്ഭരായ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വം നൽകിയ വ്യക്തികളുണ്ട്.
അവരുടെ പാരമ്പര്യമെല്ലാം വിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ഓച്ചാനിച്ചതൊന്നും അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം. ബീഹാർ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ വ്യക്തമായി. പക്ഷെ പിന്നീട് ശക്തമായി എതിർപ്പ് വന്നതിനെ തുടർന്ന് അവര് നിലപാട് ഭയപ്പെടുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു നേതൃത്വം നൽകിയ ഇന്ത്യൻ ജനാധിപത്യം, മതേതര മൂല്യങ്ങൾ, ഭാവനാസമ്പന്നമായ നടപടികൾ, വിദേശ നയം, സാമ്പത്തിക അനീതി ഒഴിവാക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക നയങ്ങൾ, രാജ്യപുരോഗതിക്ക് വേണ്ടിയുള്ള നയങ്ങൾ, അതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ പേര്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ സംഭാവനകൾ, അതിനൊക്കെ തമസ്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ജനമധ്യത്തിൽ വിലപ്പോയിട്ടില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും തലമുറകളായി നെഹ്റു ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും തത്വങ്ങളും മൂല്യങ്ങളും നിലനിൽക്കും. നെഹ്റുവിൻ്റെ ആ നെഹ്റുവിസത്തിലേക്ക്, നെഹ്റുവിൻ പാരമ്പര്യത്തിലേക്ക്, നെഹ്റുവിൻ ചിന്താസരണിയിലേക്ക് മടങ്ങിപ്പോയാൽ മാത്രമേ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനായി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും നെഹ്റുവിൻ്റെ ചരിത്രം, ഗാന്ധിയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമരം, അതൊക്കെ തമസ്കരിക്കുന്ന നടപടികളുമായി മുന്നോട്ട് വരും. കാരണം പുതിയ തലമുറ ഇവരെ കുറിച്ചൊന്നും തിരിച്ചറിയരുത്, അവരുടെ സംഭാവനകൾ അവർ മനസ്സിലാക്കരുത്. ആ ഗൂഢലക്ഷ്യത്തോടുകൂടി ചരിത്രത്തിൽ വരുന്ന മാറ്റം, ചരിത്ര രചനയിൽ പുതിയൊരു ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, തലമുറകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ മഹാന്മാരെ തമസ്കരിക്കുകയും രാജ്യത്തിന് വേണ്ടി സംഭാവനയിൽ നൽകാത്ത വ്യക്തികളെ മഹാന്മാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന തെറ്റായ ഒരു ചരിത്ര രചന, തെറ്റായ ഒരു ചരിത്രം രാജ്യത്ത് വളർത്തിയെടുക്കാനുള്ള ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജവഹർ നെഹ്റുവിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവർ അതീവ ഗൗരവത്തോടുകൂടി ഈ പ്രശ്നം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ പ്രശ്നം മുന്നോട്ട് കാണാൻ തയ്യാറാകണം എന്ന വിനയപുരസ്സരം അപേക്ഷിച്ചുകൊണ്ട് ഈ സ്മാരക പ്രഭാഷണം ഞാൻ ഉപസംഹരിക്കുകയാണ്. വളരെ ക്ഷമയോടുകൂടി എൻ്റെ ഈ സംസാരം കേട്ടിരുന്ന ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.